നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ഗാന്ധി സ്മരണയിൽ രാജ്യം. രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ച് നാടെങ്ങും വിപുലമായ പരിപാടികൾ. പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നു. ഡാമിലെ 2 ഷട്ടറുകൾ ഓരോ ഇഞ്ച് വീതമാണ് തുറന്നത്. മണലിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. വഴിയില്ലാതെ തൃക്കൂർ കോനിക്കരയിലെ 7 കുടുംബങ്ങൾ തീരാ ദുരിതത്തിൽ. 3.5 പതിറ്റാണ്ടായി റോഡിനായുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനാഘോഷങ്ങളിൽ രാജ്യം. അഹിംസ എന്ന മാർഗത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി ഓരോ ഭാരതീയന്റെയും മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. രാജ്യത്തിലുടനീളം സേവന പ്രവർത്തനങ്ങളുമായാണ് ഗാന്ധി ജയന്തി ആചരിക്കുന്നത്. സേവനവാരം ആചരിക്കുന്നതും ഗാന്ധി ജയന്തി ദിനം മുതലാണ്. പൊതുസ്ഥലങ്ങളും ശുചീകരിക്കുകയാണ് സേവനവാരത്തിലൂടെ ചെയ്യുന്ന പ്രധാന പ്രവർത്തനം. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തേടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജിയും അനുയായികളും സഹിച്ച ത്യാഗങ്ങൾ അടയാളപ്പെടുത്തും വിധമാണ് ഗാന്ധി ജയന്തി ദിനം ആചരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകനായി സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് സത്യാഗ്രഹം എന്ന സമരമാർഗം ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി തീർന്ന ഗാന്ധിജി 30 വർഷത്തോളം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമര യത്നങ്ങൾക്ക് നേതൃത്വം നൽകി. സത്യാഗ്രഹം എന്ന സമരമാർഗം തെരഞ്ഞെടുത്ത ഗാന്ധിജി അതിനായി ആയുധമാക്കിയത് സത്യവും അഹിംസയുമായിരുന്നു. സത്യവും അഹിംസയും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന ദർശനം ഗാന്ധിജി മുന്നോട്ട് വെച്ചു. സത്യമാണ് തൻ്റെ ലക്ഷ്യമെന്നും അതിലേക്കുള്ള മാർഗമാണ് അഹിംസയെന്നും ഗാന്ധിജി അനുയായികളെ പഠിപ്പിച്ചു. ഗാന്ധിജിയുടെ ഈ ദർശനം മുന്നോട്ട് വയ്ക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം. തൻ്റെ അഹിംസാ സിദ്ധാന്തം പ്രയോഗിക്കുന്നതിൽ ഗാന്ധി ഒരിക്കലും പുറകിലേക്ക് പോയില്ല. രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ച് നാടെങ്ങും വിപുലമായ പരിപാടികളാണ് നടന്നത്. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാചരണ പരിപാടികൾ കാണാം. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഗാന്ധി ജയന്തി ദിനാചരണം മുൻ MLA MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് TS രാജു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, രജനി സുധാകരൻ, രതി ബാബു, സതി സുധീർ, ജോജോ കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും പുതുക്കാട് സെന്ററിൽ നടത്തി. DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ നേതൃത്വം വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ സിൻഡോ പയ്യപ്പള്ളി, ലിൻസൺ പല്ലൻ, ഡേവിസ് പള്ളിപ്പറമ്പിൽ, ജോസ് കൊക്കാലി, PC ജയൻ, യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആസ്റ്റൽ ജോയ്, ആൽറിൻ റാഫി എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് അളകപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ജയൻ കൂവക്കാടൻ, അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി, ജെൻസൺ കണ്ണത്ത്, സിജോ പുന്നക്കര, രാധാകൃഷ്ണൻ, ഷാജി, സുന്ദർ വെണ്ടോർ, ഹരൻ, മനോജ്, ആൻസ്, ജോസ് പ്രകാശ്, ജോർജ് എന്നിവർ സന്നിഹിതരായി.
കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതിയും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CH സാദത്ത്, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, PC വേലായുധൻ, ലിനോ മൈക്കിൾ, നൈജോ ആൻഡോ, സിജിൽ ചന്ദ്രൻ, ബാബു മനക്കുളങ്ങര പറമ്പിൽ, ഉസ്മാൻ മന്ത്രിക്കുത്ത്, ജോസഫ് വാലിയിൽ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് കോൺഗ്രസ് ചാക്കോച്ചിറ വാർഡ് കമ്മിറ്റി നടത്തിയ ഗാന്ധി അനുസ്മരണം പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷയായിരുന്നു. ജോസഫ് P തട്ടിൽ, VA ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാചരണം പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ KK അംബിക, ഹെൽപ്പർ UA ഷൈനി എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ ഇത്തനോളി കോളനിയിലെ മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ. പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് AB പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ച കറുപ്പം വീട്ടിൽ സുധീറിനെയും വിരമിച്ച പട്ടാളക്കാരുടെ സംഘടനാ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ജോസഫ് കുപ്പപ്പിള്ളിയെയും ചടങ്ങിൽ ആദരിച്ചു. പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി പൈങ്കയിൽ സജീവ് കുമാർ, സുന പ്രമോദ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ പ്രിൻസ് ഇഞ്ചക്കുണ്ട്, KN നൌഷാദ്, പഞ്ചായത്ത് അംഗം ഷൈനി ബാബു, ദിൽസ സെയ്തു ബീഗം, കുഞ്ഞമ്പു, ആൻഡു ചെമ്മിഞ്ചേരി, ജോണി മാവിൻചോട്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എഡ്വിൻ വിൽസൺ, പ്രണവ് പ്രിൻസ് എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി CJM അസംപ്ഷൻ സ്കൂളിൽ ഗാന്ധി ദർശൻ ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന ദിനവും ഗാന്ധി ജയന്തി ദിനവും ആചരിച്ചു. വിദ്യാർത്ഥികൾ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. വയോജന ദിനത്തോടനുബന്ധിച്ച് കേരോദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. പ്രധാന അധ്യാപകൻ ജോവൽ V ജോസഫ്, ഫസ്റ്റ് അസിസ്റ്റന്റ് ജൽമ K കിഴക്കൂടൻ, ജ്യോതി ജോസഫ്, ജിൻസി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് PC ജോസ് പ്രസംഗിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നെന്മണിക്കര സ്വരാജ് ദർശൻ വേദിയുടെ ആഭിമുഖ്യത്തിൽ പുലക്കാട്ടുകരയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. റോഡിന്റെ ഇരുവശവും വൃത്തിയാക്കുകയും റോഡിലെ കുഴികൾ ചിലത് അടയ്ക്കുകയും ചെയ്തു. 500 മീറ്ററോളം വരുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പുല്ലും കുറ്റിച്ചെടികളുമാണ് വെട്ടിനീക്കിയത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മുരിക്കിങ്ങിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡരികിലെ കാടും വള്ളിപ്പടർപ്പുകളും വൃത്തിയാക്കി. തൊഴിലുറപ്പ് മേറ്റ്മാരായ ഗ്രേസി വർഗീസ്, സിജി ജോബോയ്, ജിനി ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർ കുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു. പുതുക്കാട് ബ്ലോക്ക് മുൻ പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി പതാക ഉയർത്തി. മറ്റത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് കൊള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ജോഷി നെടുമ്പക്കാരൻ, ജോയി തുടിയൻ, ദിനേഷ് പുതുവത്ത്, സുധീഷ് കുന്നംപള്ളി, ഗോവിന്ദൻകുട്ടി കുന്നംപള്ളി തുടങ്ങിയവർ സന്നിഹിതരായി. ഗാന്ധി ജയന്തി ദിനത്തിൽ പുതുക്കാട് തെക്കേ തുറവ് 14-ാം വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ഗാന്ധിജിയെ നേരിൽ കാണാൻ സാധിച്ച അരണാട്ടുകാരൻ പരേതനായ പൊറിഞ്ചു ഭാര്യ ആഗ്നസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിൽ വർഗീസ് തെക്കേത്തല, ബിബിൽ കുറ്റിക്കാടൻ, രവി കിളിയാറ, ജെയ്സൺ കുറ്റിക്കാടൻ, രാധാകൃഷ്ണൻ, ടോമോജോ കുറ്റിക്കാടൻ, ജേക്കബ് ചെറുശ്ശേരി, ഷൈജൻ അമത്തൽ, മനോജ് എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കോടാലി മാങ്കുറ്റിപ്പാടത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ യോഗം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ അധ്യക്ഷത വഹിച്ചു. വാർഡിലെ പൊതുസ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ജോണി ഓണപ്പറമ്പിൽ സന്നിഹിതനായി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റും ആലേങ്ങാട് തണൽ സന്നദ്ധ സംഘടനയും തൃക്കൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കല്ലൂർ മാവിൻ ചുവടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, ജിഷ ഡേവിസ്, KK സലീഷ്, ലിൻജോ തോമസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് ജനറൽ സെക്രട്ടറി ജോയ് കാവിൽ, KP ജോസ്, യൂത്ത് വിംഗ് പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ മുന്നോടിയായി നമ്മൾ ഈ ജനകീയ പങ്കാളിത്തത്തോടു കൂടി തന്നെ എല്ലാ പ്രവർത്തനവും നടക്കണം എന്നുള്ള ഭാഗമായി നമ്മളൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു.
അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത്. അത് നമ്മൾ നമുക്കറിയാം, ഇന്ന് 9:30 നമ്മുടെ DRD പരിസരത്ത് കമ്പിവേലി കെട്ടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കാരണം കാര്യങ്ങളിലും ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വമാണ് നിലകൊള്ളുന്നത്. എങ്കിലും പുതിയ പ്രവർത്തനങ്ങൾ ഞങ്ങളും ആലോചിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ മെയിനായിട്ട് സെൻറ്റർ പ്രഭാവിൻ്റെ സെൻറ്റർ തൃക്കൂർ പഞ്ചായത്തിൻ്റെ പ്രത്യേകമായ സെൻറ്ററാണ്. അതുപോലെ തന്നെ ആലങ്കാട് സെൻറ്റർ, ഇവിടേക്ക് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സഹായിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പോലീസിൻ്റെ സൈബർ സേനയെ സഹായിക്കുന്നതിന് വേണ്ടി ക്യാമറ സെറ്റിനൊന്ന് കുറേ നാളായി പറയുന്നു. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിലെ 2 ഷട്ടറുകൾ ഓരോ ഇഞ്ച് വീതമാണ് തുറന്നത്. മണലിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പീച്ചി ഡാമിലെ ജലനിരപ്പ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 78.05 മീറ്റർ ഉണ്ടായതോടെയാണ് പീച്ചി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതിന് ജില്ലാ കളക്ടർ അനുമതി നൽകിയത്. തുലാവർഷത്തിന് മുന്നൊരുക്കമായി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനാണ് ഡാം തുറന്നത്. 2 മാസം മുൻപ് ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ടുണ്ടായ പ്രളയത്തിൽ കോടികളുടെ നഷ്ടമാണ് വിവിധയിടങ്ങളിൽ ഉണ്ടായത്. അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാനാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നത്. വഴിയില്ലാതെ തൃക്കൂർ കോനിക്കരയിലെ 7 കുടുംബങ്ങൾ തീരാ ദുരിതത്തിൽ. 3.5 പതിറ്റാണ്ടായി റോഡിനായുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. വീടെത്താൻ വഴിയില്ലാതെ നടപ്പാതയിലൂടെ ദുരിതയാത്ര നടത്തുകയാണ് കോനിക്കരയിലെ വീട്ടുകാർ. റോഡിൽ നിന്ന് 250 മീറ്ററോളമുള്ള നടപ്പാത മാത്രമാണ് ഇവരുടെ വീടുകളിലെത്താനുള്ള ഏക മാർഗം. ഇതിലൂടെയാണ് കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്നത്. വഴിവിളക്കില്ലാത്ത പ്രദേശത്ത് ഇഴജന്തുക്കളെ ഭയന്നാണ് ഓരോരുത്തരും വീടെത്തുന്നത്. ഞങ്ങൾ 28 വർഷമായി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു വഴിയില്ല, ഒന്നുമില്ല. കുഞ്ഞു 2.5 വയസ്സ് തൊട്ട് 13 വയസ്സ് പ്രായം വരെയുള്ള മക്കളാണ്. അവർ വെള്ളത്തിലൂടെ നീന്തിയിട്ടാണ് സ്കൂളിലൊക്കെ പോകുന്നത്. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം പാമ്പുകളുടെ കളിയാണ്. മക്കൾക്ക് പോകാനായിട്ട് ഒരു സുരക്ഷിതയില്ല. ഞങ്ങളുടെ മക്കളെ അത്രയും ഒരു ദുരിതത്തിലാണ് ഞങ്ങൾക്ക് എടുക്കുന്നത്. ഞങ്ങൾക്കൊരു വഴിയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഞങ്ങൾ 28 വർഷമായി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വഴിയില്ലാത്ത പ്രശ്നം കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുറേ മരണങ്ങളും നടന്നിട്ടുണ്ട്, പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞങ്ങളുടെ നടക്കുന്നത്. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക്. പിന്നെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നതൊക്കെ കുറേ വെള്ളത്തിൽ ചെളിയിലൊക്കെ വീണിട്ടൊക്കെയാണ് അവർ കണ്ടെത്തുന്നത്. ഈ നടക്കുന്ന വഴിയുണ്ടല്ലോ, അത് കുറച്ച് വീതി കൂട്ടി തരണമെന്നാണ് ഞങ്ങൾ അവിടെ കുറേ നാളുകളായിട്ട് പറയുന്നത്. ഇതേവരെയ്ക്ക് അതിനൊരു തീരുമാനം കൂടി ഉണ്ടായിട്ടില്ല. നടപ്പാതയ്ക്ക് ചുറ്റിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണുള്ളത്. ഇവർ കനിഞ്ഞാൽ മാത്രമേ ഈ കുടുംബങ്ങൾക്ക് വഴിയെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ. നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് വീട്ടുകാർ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. സ്വകാര്യ വ്യക്തികൾ ഭൂമി വിട്ടു നൽകിയാൽ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു വഴിയുണ്ടാകും. സ്ഥലം വിട്ടു നൽകാൻ ചില ഉടമകൾ തയ്യാറാണെങ്കിലും അതിനെല്ലാം മുൻകൈയെടുത്ത് നടപ്പിലാക്കാൻ അധികൃതരാരും മുന്നോട്ട് വരുന്നില്ലെന്നാണ് വീട്ടുകാരുടെ ആക്ഷേപം. വഴിക്കുള്ള ഭൂമി പണം നൽകി വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരല്ല ഇവിടെയുള്ളവർ. അധികൃതർ സ്വകാര്യ വ്യക്തികളെ കണ്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ അവർ സ്ഥലം വിട്ടു നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. അസുഖം വന്നാൽ വരെ ഉന്തുവണ്ടിയിൽ റോഡിലേക്ക് എത്തിക്കുകയാണ് പതിവ്. മഴ പെയ്താൽ വേഗത്തിൽ വെള്ളം കയറുന്ന പ്രദേശമാണ് ഇവിടം. പിന്നെ കാൽനടയാത്ര പോലും സാധിക്കുകയില്ല. മഴയായാലും വേനലായാലും നാട്ടുകാർക്ക് പുറം ലോകത്തേക്ക് പോകാൻ ഒരുപാട് ദുരിതങ്ങൾ സഹിക്കണം. അധികൃതർ ഇടപെട്ട് വീടുകളിലേക്ക് വാഹനം എത്താൻ കഴിയുന്ന രീതിയിലുള്ള വഴി ഒരുക്കി തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെയുള്ള മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കഴിഞ്ഞ 1 വർഷക്കാലമായി ജില്ലയിൽ നടത്തിവരുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കേരളം മിഷൻ ഹരിത പദവി നൽകിയ 469 വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുകയും പീച്ചി ഡാം, അഴീക്കോട്, മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് എന്നീ 2 ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടുമായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചുകൊണ്ട് 54 ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി സ്ഥാപിച്ചിട്ടുള്ള ജല ഗുണനിലവാര പരിശോധനാ ലാബുകളിലേക്കുള്ള 2ാം ഘട്ട കിറ്റുകളുടെ വിതരണോദ്ഘാടനം വിദ്യാകിരണം കോർഡിനേറ്റർമാർക്ക് കൈമാറിക്കൊണ്ട് മന്ത്രി നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളത്തിനായി എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്നും ഉദ്യോഗസ്ഥരുടെയോ ജനപ്രതിനിധികളുടെയോ മാത്രം ഉത്തരവാദിത്തമായി മാലിന്യമുക്തം നവകേരളം എന്ന ആശയം മാറരുതെന്നും മറിച്ച്
പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ ക്യാമ്പയിൻ വലിയ വിജയമാക്കി പൂർത്തീകരിക്കണമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിച്ച കേരള സംസ്ഥാനം ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നേരിടുന്നത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാണ്. നാം ഓരോ ദിവസവും നേരിടുന്നത് അതിരൂക്ഷമായ പരിസ്ഥിതി മാലിന്യ പ്രശ്നങ്ങളാണ്. ഈ പരിസ്ഥിതി മാലിന്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് ജനങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സഹകരണവും പ്രവർത്തനങ്ങളും ഉണ്ടായേ പറ്റൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PA ഷെഫീഖ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ C ദിദിക, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് എന്നിവർ പ്രസംഗിച്ചു. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വിപുലവും ഏറ്റവും ശ്രദ്ധേയവുമായ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുക. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നാടാകെ സ്കൂൾ കാലത്ത് പഠിച്ചതുപോലെ കേവലം ഒരു സേവന വാരാചരണമായി നടത്തി അന്ന് മാറ്റിക്കളഞ്ഞ മാലിന്യങ്ങൾ അത്രയും അതിവേഗത്തിൽ അങ്ങോട്ട് വരുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുക എന്ന പ്രവർത്തനത്തിൽ നിന്ന് വിഭിന്നമായി ഒട്ടേറെ മേഖലകളിൽ നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രത്യേക ഇടപെടലാണ് മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമായ പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരികയുണ്ടായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്ത നവകേരളത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇതിനാവശ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പുതിയൊരു യജ്ഞത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ ഇന്ത്യയിൽ തന്നെ ആദ്യം തന്നെ ആയിരിക്കും ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് കടക്കുന്നത്. ഏറ്റവും സ്റ്റേറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ മാലിന്യമുക്തമായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ആദ്യമായിട്ടാണ്. ഇന്ന് തുടങ്ങി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30 വരെയുള്ള 6 മാസക്കാലത്തിനുള്ളിലാണ് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ശുചിത്വ റാലി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 10 സ്കൂളുകളിൽ നിന്നും ഹരിത ക്വിസ് മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റാലിയുടെ സമാപന സമ്മേളനം NIPMR എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ചന്ദ്രബോസ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP സജിൻ, KV ഷാജു, ഭദ്ര മനു, തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MV ഷൈജു, മറ്റു ജനപ്രതിനിധികൾ, CDS ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ, ഹരിത കേരളം മിഷൻ കോർഡിനേറ്റർ ശ്രീധ, ഫാദർ ജോഷി കണ്ണൂക്കാടൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അജിത, തൊഴിലുറപ്പ് കുടുംബശ്രീ അംഗനവാടി ഹരിത കർമ്മസേന ആശാ വർക്കർമാർ, NSS വിദ്യാർത്ഥികൾ, മറ്റു വിദ്യാർത്ഥികൾ, അധ്യാപകർ, കർഷകർ, ജീവനക്കാർ എന്നിവർ സന്നിഹിതരായി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പറപ്പൂക്കര പഞ്ചായത്ത് തല ഉദ്ഘാടനം പോങ്കോത്രയിൽ നടന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ പ്രസംഗിച്ചു. 12, 13 വാർഡിലെ തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അങ്കണവാടി ടീച്ചർ, ഖാദി ബോർഡ് തൊഴിലാളികൾ, നാട്ടുകാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ആളൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമായി. വെള്ളാഞ്ചിറ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ച MCF സെന്റർ ഉദ്ഘാടനവും ബെയിലിംഗ് മെഷീൻ സ്വിച്ച് ഓൺ കർമ്മവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ നിർവഹിച്ചു. ആളൂരിന്റെ തെരുവോരങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും നിക്ഷേപിക്കാൻ അനുവദിക്കുകയില്ലെന്നും മുഴുവൻ ജനവിഭാഗങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ക്യാമ്പയിൻ വിജയിപ്പിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. മാലിന്യമുക്ത പ്രതിജ്ഞ പ്രസിഡന്റ് ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു ഷാജു, ജോസ് മാഞ്ഞൂരാൻ, ഷൈനി തിലകൻ, ജുമൈല സഗീർ, TV ഷാജു, രാഗി ശ്രീനിവാസൻ, ബിന്നി തോട്ടപ്പിള്ളി, KV രാജു, പഞ്ചായത്ത് അംഗം ദിബിൻ പാപ്പച്ചൻ, ഓവർസിയർ ശരണ്യ, ജൂനിയർ സൂപ്രണ്ട് മായ എന്നിവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, CDS അംഗങ്ങൾ, ആശാ വർക്കർമാർ, കുടുംബശ്രീ, തൊഴിലുറപ്പ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ സന്നിഹിതരായി.
സ്വച്ഛതാ ഹി സേവ പദ്ധതിയുടെ ഭാഗമായി നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ നന്ദിക്കരയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സിഗ്നേച്ചർ ക്യാമ്പയിൻ, റാലി എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക്, മാലിന്യങ്ങൾ എന്നിവ വലിച്ചെറിയില്ലെന്നും ശുചിത്വ ഭാരതത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തങ്ങളുടെ സമയവും കഴിവും പ്രയോജനപ്പെടുത്തുമെന്നും വോളണ്ടിയർമാർ പ്രതിജ്ഞയെടുത്തു. പഞ്ചായത്ത് അംഗം നന്ദിനി സതീശൻ സന്നിഹിതയായി. NSS പ്രോഗ്രാം ഓഫീസർ K. ലിജി ജോസഫ്, അധ്യാപകരായ PN ഷിനോജ്, ലിജി വർഗീസ്, AV വിജന എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പുതുക്കാട് സെന്ററിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. പുതുക്കാട് മാലിന്യമുക്ത കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചത്. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, രതി ബാബു, ഷാജു കാളിയങ്കര, സുമ ഷാജു, അനൂപ് മാത്യു, രശ്മി ശ്രീഷോപ്പ്, പ്രീതി ബാലകൃഷ്ണൻ, ഫിലോമിന ഫ്രാൻസിസ്, CP സജീവൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി ജേക്കബ് തൃക്കൂക്കാരൻ, സെക്രട്ടറി ഇൻചാർജ് MK വിജയൻ എന്നിവർ പ്രസംഗിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. KK രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പുതിയ കെട്ടിടത്തിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി 3.90 കോടി രൂപ ചെലവഴിച്ചാണ് 18 ക്ലാസ് മുറികളുള്ള 3 നില കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചത്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രധാനാധ്യാപിക MV ഉഷ, PTA പ്രസിഡന്റ് CK സന്ദീപ് കുമാർ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ PV ശ്രീജിത്ത്, OSA ചെയർമാൻ KN ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഒക്ടോബർ 5 ശനിയാഴ്ച 10:00 ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1200ഓളം കുട്ടികൾ പഠിച്ചു വരുന്നു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമാണ് മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂൾ. നമ്മുടെ വിദ്യാലയം 100 വർഷം കഴിഞ്ഞ് 104ാമത്തെ വർഷത്തേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പലവിധ ദുർഘടങ്ങളെയും മറികടന്നുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മത്തിന് നമ്മളെ സാക്ഷിയാവാൻ എല്ലാ നാട്ടുകാരും പൊതുവിദ്യാലയം സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 3,90,00,000 രൂപ ചെലവാക്കിക്കൊണ്ടുള്ള മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2024 എന്ന പേരിൽ നടത്തുന്ന ഈ ഉദ്ഘാടന ചടങ്ങ് വളരെ ഗംഭീരമാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. മഠത്തിച്ചിറ മതിക്കുന്ന് പാടശേഖരത്തിൽ ഞാറുനടീൽ ആരംഭിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ 28 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. പൊന്മണി വിത്താണ് ഇതിനായി ഉപയോഗിച്ചത്. തമിഴ്നാട് സേലത്തു നിന്ന് വന്ന തൊഴിലാളികളാണ് ഞാറ് നട്ടത്. ഞാറുനടിൽ 2 ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ബൈജു നെല്ലിശ്ശേരി, സെക്രട്ടറി രാജൻ എന്നിവർ പറഞ്ഞു. കവരംപള്ളി മലയോര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച് വിശദീകരണ യോഗവും അപേക്ഷാ സ്വീകരണവും നടത്തി. സമിതി പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. കിഫ ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച് വിശദീകരണം നൽകി. യോഗത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വാർഡുകളിൽ ഗ്രാമസഭ വിളിക്കാൻ വരന്തരപ്പള്ളി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. പ്രമേയം പാസാക്കി. പ്രശ്നബാധിത മേഖലയിലെ 200 ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. ജസ്റ്റിൻ, സിബി പുത്തൂർ, VT വിൽസൺ, ഫൈസൽ, സെബി മഞ്ഞളി, സാൻജോ, തങ്കച്ചൻ പല്ലാട്ട്, സാദിഖ് എന്നിവർ നേതൃത്വം നൽകി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും 4-ാം തീയതി വരെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിനെപ്പറ്റി നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെ ആശങ്ക ഒഴിവാക്കാൻ നമ്മുടെയൊക്കെ മേഖല ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ, ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം, അതിന് അപേക്ഷ എങ്ങനെ കൊടുക്കണം, നമ്മുടെ മണ്ണിൽ പണിയെടുക്കുന്നവരായതുകൊണ്ട്
നമുക്കതിന് സമയം കുറവായിരിക്കും. നമ്മളെല്ലാവരും തികച്ച അഭ്യസവിദ്യരല്ല. പക്ഷെ നമ്മുടെയൊക്കെ പല കുട്ടികളും ഇന്ന് നല്ല നിലയിൽ, ഉയർന്ന നിലയിലെത്തി അവരൊക്കെ മൊബൈലിലൂടെയൊക്കെ ഇത് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൈകളിലേക്ക് ഇത്തരം വിവരങ്ങൾ ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അവരുടെ സ്മരണ ഉറങ്ങുന്ന മണ്ണിൽ കിടന്ന് അധ്വാനിച്ച് ജീവിച്ച് മരിച്ചു പോകാനുള്ള സാഹചര്യം, അതൊരാവശ്യം വന്നാൽ പണയം വയ്ക്കാനും വേണ്ടി വന്നാൽ 10 സെൻറ്റ് ഭൂമി വിൽക്കാനും ഒക്കെ എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് തണൽവീട് വരന്തരപ്പള്ളിയും ഒല്ലൂർ ഫൈഡസ് ഐ കെയറും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി തണൽവീട് സെക്രട്ടറി CA ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ഫൈഡസ് ഐ കെയർ സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റ് KV കൃഷ്ണവേണി നേതൃത്വം വഹിച്ചു. ഒല്ലൂർ ഫൈഡസ് ഐ കെയർ സെന്റർ ഹെഡ് ഗോപിദാസ്, വരന്തരപ്പള്ളി തണൽവീട് സാമൂഹ്യ പ്രവർത്തക ഐഷ അലി എന്നിവർ പ്രസംഗിച്ചു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളി തണൽ വീട്ടിലെ മുതിർന്ന അമ്മമാരെ ആദരിച്ചു. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ലിസ ജോസ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി തണൽ വീട് സെക്രട്ടറി CA ബഷീർ, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ VD റോജ എന്നിവർ സംസാരിച്ചു. വേലുപ്പാടം SJS ഫിസിയോതെറാപ്പി സെന്റർ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് സുഗതൻ, ടീം അംഗങ്ങൾ, തണൽ വീട്ടിലെ സഹായികൾ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജു പട്ടിക്കാട്ടുകാരൻ, ബിന്ദു, വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ സന്നിഹിതരായി. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ 17 വാർഡുകളിലെ വയോ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ഇസ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വയോജന ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെച്ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊകലത്ത്, AS സുനിൽകുമാർ, നിജി വത്സൻ, K വൃന്ദകുമാരി, ജിനി സതീശൻ, ശ്രീജിത്ത് പട്ടത്ത്, നിഖിത അനൂപ്, സേവ്യർ ആളൂക്കാരൻ, മണി സജയൻ, നിത അർജുനൻ, ഇസാഫ് ജനറൽ മാനേജർ JP മെറീന, പഞ്ചായത്ത് സെക്രട്ടറി KP ജസീന്ത, അസിസ്റ്റന്റ് സെക്രട്ടറി KB ജോഷി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ A ബാലചന്ദ്രൻ, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, ICDS സൂപ്പർവൈസർ ആൻസ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ഹെൽത്തി ഏജിംഗ് സംബന്ധിച്ച് ജിജി വർഗീസ് ക്ലാസ് നയിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ 3 മുറിയിലെ ശാന്തി ഭവൻ വയോജന മന്ദിരം സന്ദർശിച്ചു. വിദ്യാർത്ഥികൾ സ്ഥാപനത്തിലെ അമ്മമാരോടൊപ്പം സമയം ചെലവിടുകയും മന്ദിരത്തിന്റെ പരിസരം വൃത്തിയാക്കുകയും ചെയ്തു. ശാന്തി ഭവനിലെ 18 അമ്മമാർക്കായി കേഡറ്റുകൾ സമാഹരിച്ച ഉടുപ്പ്, തലയിണ കവർ, സോപ്പ് എന്നിവയെല്ലാം വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ SHO കൃഷ്ണൻ, കേഡറ്റുകൾ എന്നിവർ ചേർന്ന് ശാന്തി ഭവന്റെ മദർ സുപ്പീരിയർ സിസ്റ്റർ കൊച്ചുറാണിക്ക് കൈമാറി. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ഗീത, ശാന്തി ഭവൻ സിസ്റ്റർ ഷാൻഡി, സ്കൂൾ PTA പ്രസിഡന്റ് പ്രശാന്ത്, CPO അജിത, ACPO വിസ്മി എന്നിവർ പ്രസംഗിച്ചു. SMSC ചെയർമാൻ ഷിജു, MPTA പ്രസിഡന്റ് സോണിയ, അധ്യാപകരായ സുനിത ദേവി, സന്ധ്യ, വിനീത, നിതീഷ്, അനുഷ, ലിഷ, രമ്യ, രമ്യജിത്ത്, വിൽസി, SPC, PTA അംഗങ്ങൾ, മാതാപിതാക്കൾ എന്നിവർ സന്നിഹിതരായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് സംഘടിപ്പിച്ച വയോജന ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KI പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ എഫിൻ ജോസഫ് വയോജനങ്ങൾക്കായി ആരോഗ്യ ക്ലാസ് എടുത്തു. 80 വയസ്സ് തികഞ്ഞ 5 പെൻഷൻകാരെ ബ്ലോക്ക് ട്രഷറർ TA വേലായുധൻ ആദരിച്ചു. യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി AV ജോൺസൺ, ട്രഷറർ TS സുബ്രഹ്മണ്യൻ, K ശിവദാസൻ, PG ഗിരിജാകുമാരി എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് അംഗങ്ങൾക്കായി ക്വിസ് പ്രോഗ്രാം നടത്തി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ലോക വയോജന ദിനത്തിൽ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് തണൽ സംഘടനയുടെ നേതൃത്വത്തിൽ മഞ്ഞളി ജോർജിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രനാണ് ആദരിച്ചത്. തണൽ സംഘടനാ പ്രസിഡന്റ് ഗോപി കോപ്പാടൻ, CM ജോർജ്, KK പോൾ എന്നിവർ സന്നിഹിതരായി. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിലെ കലാമേള ലയം 2024 നാടക പ്രവർത്തകൻ KV ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിനിത വിജോ അധ്യക്ഷത വഹിച്ചു.
പ്രധാനാധ്യാപിക VA ശ്രീജയ, GP ദീപ്തി, സ്കൂൾ ലീഡർ മാസ്റ്റർ TU സൂര്യദേവ്, OSA പ്രസിഡന്റ് KV പുരുഷോത്തമൻ, സവിത ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. ഇരിഞ്ഞാലക്കുട ഉപജില്ല കായിക മത്സരത്തിൽ ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂൾ ജേതാക്കളായി. കായിക മത്സരത്തിൽ മിനി ഗേൾസ് വിഭാഗത്തിലാണ് ചെങ്ങാലൂർ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത്. 62 സ്കൂളുകളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മുതൽ ഒക്ടോബർ 13 വരെ നവരാത്രി മഹോത്സവം സംഘടിപ്പിക്കും. ഒക്ടോബർ 10 വൈകിട്ട് 5:30 പൂജവയ്പ് നടക്കും. 13 രാവിലെ 8:30 പൂജയെടുപ്പും നടക്കും. തലവണിക്കര ചാത്തനായ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മുതൽ ഒക്ടോബർ 13 വരെ നവരാത്രി മഹോത്സവം സംഘടിപ്പിക്കും. ഒക്ടോബർ 10 വൈകിട്ട് 5:30 പൂജവയ്പ് നടക്കും. ഒക്ടോബർ 11 വൈകിട്ട് 7:30 മധുരം മലയാളം മിമിക്രി ഷോ നടക്കും. ഒക്ടോബർ 13 വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്തൽ സംഘടിപ്പിക്കും. ചെറാട്ട് ബാലകൃഷ്ണൻ നായരാണ് ആചാര്യൻ. മരോട്ടിച്ചാൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പരിശുദ്ധനായ യാൽദോ മോർ ബസേലിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. കോഴിക്കോട് ഭദ്രാസന മെത്രാപ്പോലിത്ത പൗലോസ് മോർ ഐറേനിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. തിരുശേഷിപ്പ് വണക്കം, പ്രദക്ഷിണം, ആശീർവാദം എന്നിവ നടന്നു. നേർച്ച സദ്യയും ഒരുക്കിയിരുന്നു. വികാരി ഫാദർ മാത്യു ഈരാളിൽ കശീശ, ട്രസ്റ്റിമാരായ ലിജു ചിറപ്പുറത്ത്, ബൈജു എളമന, സെക്രട്ടറിമാരായ മനോജ് മോളത്ത്, ലിൻസൺ ആച്ചേരിക്കുടിയിൽ എന്നിവർ നേതൃത്വം നൽകി. നിങ്ങളെല്ലാവരോടും കൂടെ സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. 4 ദിവസങ്ങൾക്കു ശേഷമാണ് സ്വർണ്ണവില ഉയർന്നത്. പവന് 400 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. വിപണിയിൽ 1 പവൻ സ്വർണത്തിന്റെ വില 56,800 രൂപയാണ്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് കുറഞ്ഞ 400 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സർവകാല റെക്കോർഡിലായിരുന്നു സ്വർണ്ണവില. കേരളത്തിൽ ഒക്ടോബർ 6 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇടിമിന്നൽ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിന് ഉള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ കളിക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,100 രൂപ, പവന് 56,800 രൂപ. തൃക്കൂർ കണ്ണൂക്കാടൻ വീട്ടിൽ രാമകൃഷ്ണൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കമലമാണ് ഭാര്യ. സന്ധ്യ, സരിത, സജിത എന്നിവർ മക്കളും. ദേവാനന്ദ്, രാജു, പ്രമോദ് എന്നിവർ മരുമക്കളുമാണ്. കലൂർ മുട്ടിത്തടി വെളുത്തങ്ങത്ത് ബാലകൃഷ്ണ എഴുത്തച്ഛൻ ഭാര്യ രാധ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സജീവൻ, സരിത എന്നിവർ മക്കളും. ഉപശ്രീ, ബേബി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കാഞ്ഞൂർ കാഞ്ഞിരപ്പള്ളി തോമസ് മകൻ സീമൻസ് അന്തരിച്ചു. 30 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. എൽസിയാണ് മാതാവ്. സിമി സഹോദരിയാണ്. നന്ദിപുരം പടുക്കപ്പറമ്പിൽ ബാലൻ ഭാര്യ പത്മാവതി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 വീട്ടുവളപ്പിൽ. സുശീല, സാവിത്രി, സുകുമാരൻ, പരേതരായ സതീശൻ, സുലേഖ എന്നിവർ മക്കളും. രാമകൃഷ്ണൻ, സജി, തിലകൻ, സുസ്മിത, പരേതനായ ബാലസിംഗ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഗാന്ധി സ്മരണയിൽ രാജ്യം.
രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ച് നാടെങ്ങും വിപുലമായ പരിപാടികൾ. പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നു. ഡാമിലെ 2 ഷട്ടറുകൾ ഓരോ ഇഞ്ച് വീതമാണ് തുറന്നത്. മണലിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വഴിയില്ലാതെ തൃക്കൂർ കോനിക്കരയിലെ 7 കുടുംബങ്ങൾ തീരാ ദുരിതത്തിൽ. 3.5 പതിറ്റാണ്ടായി റോഡിനായുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.